ചാപ്റ്റേഴ്സിൻ്റെ എണ്ണമാണ്. അതിൽ ഈ 8 ചാപ്റ്റേഴ്സ് വേണ്ട, ഈ 12 ചാപ്റ്റേഴ്സ് മതി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയില്ല. അപ്പോൾ അവർ കമന്റിൽ ചോദിച്ച് അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു വലിയ ഇൻഫർമേഷൻ ആണ്. കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. സോ അസൈൻമെന്റ് മാർക്ക് മെയിൽ ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറയുന്ന ഒക്ടോബർ 2024 വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പറഞ്ഞു. സോ ഇത് ചെക്ക് ചെയ്യാതെ ഒരിക്കലും മാറിപ്പോരും. ഓക്കെ, ഇപ്പോൾ നെർവസ്നെസ് അടിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അറിഞ്ഞില്ലേ, വെറും 1 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദി സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2024 പരീക്ഷ ഇങ്ങോട്ട് എടുക്കാറായില്ലേ? നമ്മളിപ്പോൾ പ്രിപ്പറേഷനിലാണ്. കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കലിന്റെ റെക്കോർഡ് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മളെല്ലാവരും ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് TMA നമ്മുടെ അസൈൻമെന്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ മാർക്കുകളൊക്കെ വന്നു തുടങ്ങി. അതിന്റെ മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടില്ല, കുറെ പേർക്ക് കിട്ടി. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് ഉണ്ട്. ആ കൺഫ്യൂഷൻസ് മാത്രമല്ല, അതിന്റെ മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാ പ്രാവശ്യം കുട്ടികൾക്ക് വരുന്ന മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് മാർക്ക് പോകാനുള്ള ചാൻസസ് എങ്ങനെയാണ് ഈ ഒരു TMAയിൽ വരുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വെരി ഇമ്പോർട്ടന്റ് മക്കളെ, ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് ആണ്. സോ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് വീഡിയോ ചർച്ച ചെയ്യും. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഒക്ടോബർ 2024 വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സും ബാസ് റിവിഷൻ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ, എന്ത് ഡൗട്ട്സോ, എന്ത് കൺസേൺസോ, എന്ത് ഗ്രീവൻസസോ ഉണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. അതെല്ലാം വാച്ച് ചെയ്യും, അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നമ്മുടെ ടീമിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇന്നലെ നമ്മുടെ വീഡിയോ പോയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് അറിയണം. ഒരുപാട് പേര് നമ്മൾ വിളിച്ചു, ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സ് എന്താണെന്നുള്ളത് മുമ്പ് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു കോഴ്സ് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് ചിലപ്പോൾ 7 മാസം 8 മാസം 9 മാസം ചിലപ്പോൾ 6 മാസം 5 മാസം 4 മാസം ഇങ്ങനെയൊക്കെ ആയ കുട്ടികളായിരിക്കും ഉണ്ടാവുക. സോ ഇത്രയും ഒരുപാട് മുമ്പ് അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ ആയിരിക്കും NIOS ഒക്ടോബർ ബാച്ചിൽ ഉണ്ടായിരിക്കും, അതിന്റെ ലാസ്റ്റ് ഡേറ്റിൽ. ഓക്കെ, ഇനി ഈ ഒരു കുട്ടികൾക്ക് തന്നെ പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ടാവും, പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടിയ കുട്ടികളുണ്ടാവും, ലഭിക്കാത്ത കുട്ടികളുണ്ടായിരിക്കും. സോ എന്തായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് 6 മാസത്തെ കോഴ്സ് അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ള വെറും ഒരു മാസം പൂർണ്ണമായിട്ടില്ല, നമുക്കൊരു 20-25 ദിവസം മാത്രമേ ഇനിയുള്ളൂ. സോ ഈ ഒരു 20 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പരീക്ഷ പാസ്സാവണം. ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ഈസി ജോബ് അല്ല എന്നുള്ളത്. പക്ഷേ എനിക്കത് ഈസി ജോബാണ്. ബിക്കോസ് ഐ എം യൂസ്ഡ് ടു. ഞാനിത് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇത് ഏത് ഏജിലുള്ള ആളുകളെയും ഒന്നും പഠിക്കാത്ത ആളുകളെയും പഠിപ്പിച്ച് പാസ്സാക്കാൻ പറ്റുന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയാണ്. സോ അതൊരു ഈസി ജോബ് അല്ല. ഒബ്വിയസ്ലി എനിക്കറിയാം അതൊരു ഈസി ജോബ് അല്ല, ബട്ട് ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ആൻഡ് ഫോർ യു ഇഫ് യു ആർ റെഡി ഫോർ ദിസ്. ഓക്കെ, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ, തയ്യാറാണോ, നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. സോ ഈ ഒരു മാസം കൊണ്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളിവിടെ ബാസിൽ റിവിഷനും ക്രാഷാണ് കൊണ്ടുവരുന്നത്. സോ റിവിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവിഷനിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ NIOSന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും അതുപോലെ തന്നെ നമ്മൾ Q&A ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ NIOS രജിസ്റ്റർ ചെയ്ത് ഏത് കുട്ടികൾക്കും, നമ്മുടെ ബാസിൽ ഏത് വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. 1 സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ 3 നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് വേണ്ടത് അതിന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കോഴ്സാണ്, ഫാസ്റ്റ് കോഴ്സാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്രാഷിൽ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ ഇതുവരെ പോയ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ അതൊരു റിവിഷൻ പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ആണ്, നിങ്ങൾക്ക് ബേസ് ആണ്, ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സബ്ജക്റ്റീവ് കൊടുത്ത്, സബ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റീവിന്റെ ബാങ്ക് കൊടുത്ത്, ഇനി ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് നമ്മുടെ Q&A സ്റ്റാർട്ട് ചെയ്യും. Q&A എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. സോ സബ്ജക്റ്റീവ് പഠിച്ച കുട്ടി ദെൻ ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥി 2 സെക്ഷനുകൾ അറ്റൻഡ് ചെയ്ത് വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇനി Q&Aയിലോട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ. സോ ഇതൊരു സ്ട്രാറ്റജി, ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ തന്നെ വരണം. ഓക്കെ, പെട്ടെന്ന് വന്നെങ്ങാണ്ട് ഒബ്ജക്റ്റീവ് മാത്രം പഠിച്ചാൽ മതി എന്ന് കമന്റ് ചെയ്യാൻ കണ്ടു. ഒബ്ജക്റ്റീവ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, 50 മാർക്കേ കിട്ടുള്ളൂ. സബ്ജക്റ്റീവ് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു, അതിനും 50 മാർക്കേ കിട്ടുള്ളൂ, 50%. ഓക്കെ, മാർക്ക് എത്രയാണ് അതിന്റെ 50 വെയിറ്റേജ്. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ പാസ്സാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ബാസിന്റെ ക്രാഷ് റിവിഷനിൽ വരുന്ന കുട്ടികളെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ അത് നിങ്ങൾക്ക് തീരെ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്കും പഠിച്ച കുട്ടികൾക്കും ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനി പഠിക്കണം അങ്ങനെ ഏത് കാറ്റഗറി. ഇപ്പോൾ നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് ഈ ബേസിക് ക്ലാസ് കിട്ടുമ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചതല്ലേ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്തോ, ഒന്നും കൂടി പഠിച്ചോ. ഓക്കെ, അത് നമ്മൾ ചെറിയ കണ്ടന്റ് 20 മിനിറ്റ് 25 മിനിറ്റിന്റെ ചെറിയ കണ്ടന്റാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സോ ഈ ഒരു ബേസിക് ക്ലാസ് കൊടുക്കുന്നത്. സോ അത് ഒന്നും പഠിക്കാത്ത കുട്ടികൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നല്ല
നല്ല അടിപൊളിയായിട്ട് പഠിച്ച കുട്ടികൾ ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടു വെക്കുക മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫൗണ്ടേഷനിൽ തന്നെ നമ്മൾ സബ്ജക്റ്റീവ് കൊടുത്തു, ഒബ്ജക്റ്റീവ് ഇപ്പോൾ കൊടുത്ത് കഴിയാനായിട്ടുണ്ട്. സോ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് നിങ്ങൾ ഫുൾ ആയിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രം എൻ്റെ Q&A സെക്ഷനിൽ വന്നാൽ മതി. സോ നിങ്ങൾ എൻ്റെ Q&A സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റീവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് അറിഞ്ഞാൽ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് Q&A 100% ഔട്ട്പുട്ട് ആക്കാൻ പറ്റും, റിസൾട്ട് ആക്കാൻ പറ്റും. കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാക്ക് ചെയ്ത് വന്നിട്ടാണ് എനിക്ക് ലാസ്റ്റ് Q&Aയിൽ എളുപ്പത്തിൽ പാസ്സാക്കാൻ പറ്റുന്നത്. ഓക്കെ, Q&A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും. സോ എക്സാമിന് വരുന്ന ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് കണ്ടന്റുകൾ, അതായത് നമുക്ക് എല്ലാ MCQ, FIB, ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ നമ്മുടെ മാച്ച് ഓഫ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം പ്രോബിലിറ്റീസ് ഉള്ളതൊക്കെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് VSA, SA, LA പോലത്തെ ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഈ മാസം ഒരു 15-ാം തീയതി ശേഷം നമ്മുടെ Q&A സ്റ്റാർട്ട് ചെയ്യും മക്കളെ. സോ Q&A സ്റ്റാർട്ട് ചെയ്ത് Q&A കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞൊരു മോഡൽ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുക. സോ Q&A സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഉള്ള കുട്ടികൾ ഇത് ഫോക്കസ് ചെയ്യുക. ഇപ്പൊ ഇന്നൊക്കെ അഡ്മിഷൻ ഒരുപാട് കുട്ടികൾ ഇന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊക്കെ ആദ്യം സബ്ജക്റ്റീവ് അറ്റൻഡ് എന്നിട്ട് മാത്രം ഒബ്ജക്റ്റിലോട്ട് വരിക. ഓക്കെ, ഇതൊന്നും പഠിക്കാതെ നേരെ Q&A വരരുത്, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആവില്ല. സോ ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പോഴും അഡ്മിഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. സോ എല്ലാവരും ബാസിന്റെ ക്രാഷ് കോഴ്സിൽ വരുന്ന കുട്ടികൾ ഈ ഒരു ഓർഡർ തന്നെ വരിക. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, സോ Q&A സെക്ഷനിൽ മക്കളെ നമുക്ക് നോക്കാനുള്ള ഡിസ്കഷൻസ് ആണ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിന് മുമ്പായിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ കണ്ടന്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 2024 നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ TMA വർക്ക് കഴിഞ്ഞു. സോ TMA എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ ഉണ്ട് നമുക്ക് 60% പബ്ലിക് എക്സാമിനേഷനും 40% TMAയുമാണ് എന്ന് നമ്മുടെ ബൈഫർക്കേറ്റഡ് സിലബസ് പറഞ്ഞു. ഓക്കെ, സോ മക്കളെ ഈ 60% പബ്ലിക് എക്സാം എന്ന് പറയുന്നത് മൊത്തം 20 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതിന് 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ, ഒരു 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക്, ഞാൻ ജനറൽ ആയിട്ട് ഒരു ഉദാഹരണം പറയുന്നത്, നമുക്ക് TMA വരുന്നത്. സോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാനുള്ള പാഠങ്ങളാണ് ഈ 60% 40% എന്ന് പറയുന്നത്. പക്ഷെ കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അവർ വിചാരിക്കണം എന്താ വെച്ചാൽ മൊത്തം 100 മാർക്കിന്റെ പരീക്ഷയിൽ 60 മാർക്ക് എടുത്താൽ മതി, അതിന്റെ കൂടെ വെറുതെ 40 മാർക്ക് കിട്ടും. അതായത് TMA അസൈൻമെന്റ് മാർക്ക് 40 ആണ് എന്ന്. TMA പോർഷൻ ആണ് പറഞ്ഞത്, പോർഷൻ നിങ്ങൾ വിട്ടുപോയി. സോ അതൊരു തെറ്റിദ്ധാരണ ഉണ്ട് കുട്ടികൾക്കിടയിൽ. ഞാൻ അത് പറയാൻ കാരണം എന്നോട് കുട്ടികൾ വീടിന് താഴെ കമന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ തെറ്റിദ്ധാരണയിലാണ്. സോ മക്കളെ NAOSന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടും, എവിടെ പോയാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ കിട്ടുന്നതൊക്കെ പ്രിസൈസ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്നുള്ളത് ആ സോഴ്സ് കൂടി നിങ്ങൾ നോക്കുക. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. വെരിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നോക്കുക. ഇപ്പൊ നമ്മുടെ കുട്ടികൾ കുറച്ച് നെർവസ് ആയിരിക്കും. എക്സാം അടുക്കാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈയും കാലും വർക്കും, ടെൻഷൻ കൊടുക്കാൻ, ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, മനസ്സിലേക്ക് പല ഇഷ്യൂസ് ഉണ്ടാവും. സോ ആ ഒരു നെർവസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ ഈ കാര്യങ്ങളിൽ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരാൾ അതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല, ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ 60% പബ്ലിക് എക്സാമിനേഷൻ, 40% നമ്മുടെ TMA പോർഷൻ എന്ന് പറഞ്ഞാൽ അത് ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ TMAയുടെ മാർക്കല്ല, അത് ചാപ്റ്റേഴ്സിന്റെ എണ്ണമാണ്. അതിൽ ഈ 8 ചാപ്റ്റേഴ്സ് വേണ്ട, ഈ 12 ചാപ്റ്റേഴ്സ് മതി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കുള്ള മാർക്കുകൾ ചിലപ്പോൾ 20 മാർക്ക്, ലാബില്ലാത്ത ഒരു സബ്ജക്ട്സ് ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ് ഒക്കെ 20 മാർക്കാണ് നമുക്ക് അസൈൻമെന്റ് മാർക്ക് വരുന്നത്. 18, 16, 13 അങ്ങനെ പല മാർക്കിലുള്ള സബ്ജക്റ്റുകൾ, ലാബുള്ള സബ്ജക്റ്റിനൊക്കെ 20 താഴെയായിരിക്കും. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ സബ്ജക്റ്റിന് എത്രയാണ് മാർക്ക് വരുന്നത്. സോ ഒരിക്കലും അസൈൻമെന്റ് മാർക്ക് 40 നല്ല മക്കളെ 20 മാക്സിമം മാർക്ക്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയില്ല. അപ്പോൾ അവർ കമന്റിൽ ചോദിച്ച അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞത്. സോ ഇത് ചെക്ക് ചെയ്യാതെ ഒരിക്കലും മാറിപ്പോരുത്. ഓക്കെ, ഇനി നമ്മുടെ TMAയുടെ സ്റ്റാറ്റസിലോട്ട് വരുന്നത്, നമുക്ക് TMA എഴുതി TMA ഒക്കെ സബ്മിറ്റ് ചെയ്തു, മാർക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇന്നലെ കമന്റ് ചെയ്തു TMAയുടെ ഒക്കെ മാർക്ക് വരാൻ തുടങ്ങിയോ. വന്നു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്റ്റുഡന്റ് ലോഗിൽ ഡാഷ്ബോർഡ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ TMAയുടെ മാർക്ക് ചെക്ക് ചെയ്യാം. സോ എല്ലാ സബ്ജക്ട്സിന്റെ ഒന്നും വന്നിട്ടില്ല, ഏകദേശം 3-4 സബ്ജക്ട്സിന്റെ ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇവിടെ നമുക്ക് TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എഴുതിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മാർക്കുകളൊക്കെ അലോട്ട് ആവുണ്ടോ എന്നുള്ളത്. അപ്പോൾ 20 മാർക്കിനാണ് വരുന്നതെങ്കിൽ നമുക്ക് 18 കിട്ടിയിരിക്കാം, 19 കിട്ടിയിരിക്കാം, 20 കിട്ടിയിരിക്കാം. ഓക്കെ, ഡിഫറൻറ്റ്. ഓക്കെ, ഒരു 20 മാർക്ക് മാക്സിമം ആണ്, അതിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾക്ക് വന്ന സംശയമാണ്, അപ്പോൾ 20 മാർക്കാണ് TMA വരിക എന്ന് പറഞ്ഞു. ഓക്കെ, അതിപ്പോൾ നമ്മൾ ലാംഗ്വേജ് പോലത്തെ ഇംഗ്ലീഷ്, മലയാളമൊക്കെ പോലത്തെ സബ്ജക്ട്, അപ്പോൾ കുട്ടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തുകണമെങ്കിൽ അത് 20 ആവില്ല. ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ 16, 15, 18 ആ റേഞ്ചിലായിരിക്കും അതിൻ്റെ മാർക്ക്. ലാബുള്ള സബ്ജക്ട്സുകൾക്ക് TMAയുടെ മാർക്ക് കുറവായിരിക്കും. അപ്പോൾ കുട്ടികളെ മനസ്സിലെന്തായിരിക്കും, എല്ലാത്തിനും 20ൽ 20 വരേണ്ടത്, അപ്പോൾ 20ക്ക് 20 കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പേര് അടിയേക്കാരം. പിന്നോട് തന്നെ ഒരു 1-2 കുട്ടികൾ കമന്റ് ചെയ്തിട്ട് മെസ്സേജ് പറഞ്ഞു, എല്ലാവർക്കും 20ക്ക് 20 കിട്ടി, എനിക്ക് ഫിസിക്സിൽ 20ക്ക് 20 ഇല്ല.
ഇരുപതിക്കല്ല ഫിസിക്സിന് മാർക്ക് എന്നുള്ള കാര്യം ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്ന മക്കൾ ഇത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഞങ്ങളെല്ലാവരും ഒരു തന്നെ നോക്കി എല്ലാവരും ഒപ്പം ഇരുന്നതാണ് എന്താണ് ഇങ്ങനെ ചെയ്തത്. നമ്മുടെ ഇപ്പോൾ ബാസ് സ്റ്റഡി സെന്ററോ ഞാനോ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്ത പോലെയാണ് കുട്ടികൾ പറയുക. സോ മാർക്ക് നോക്കുക. കാരണം ഈ 16 മാർക്കാണ് അസൈൻമെന്റ് വരുന്നതെങ്കിൽ അവിടെ 16 ഇട്ടാൻ പറ്റുള്ളൂ. 16 20 ഇട്ട് തരില്ല മക്കളെ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു വലിയ ഇൻഫോർമേഷൻ ആണ്. കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. സോ അസൈൻമെന്റ് മാർക്ക് എത്രയെന്നുള്ളത് നോക്കുക. ലാംഗ്വേജ് ഒക്കെ പോലത്തെ അല്ലെങ്കിൽ നമുക്ക് ലാബ് ഇല്ലാത്ത സബ്ജക്ട്സിനാണ് 20 മാർക്ക് വരുന്നത്. ആ 20ക്ക് 20 നിങ്ങൾ സ്കോർ ചെയ്യുന്നത്. സോ 20ന്റെ താഴെ നിങ്ങൾക്ക് 16 15 മാർക്ക് വരുമ്പോൾ അത് എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. സോ ലാബുള്ള സബ്ജക്ട്സിനൊക്കെ TMAയുടെ മാർക്ക് കുറവാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ നോക്കുക. ഇതും കുട്ടികൾ കമന്റ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുള്ള ഒരു മേഖലയാണ്. സോ ഇവിടെ ക്ലാരിഫൈ ചെയ്ത് തരുന്നത്. ഇനി നമ്മൾ TMAയുടെ മാർക്ക് വരുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് ദ മാർക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം മക്കളെ. ഞാൻ പറഞ്ഞിട്ട് സ്റ്റുഡന്റ് ഡാഷ് ബോർഡിലോ ലോഗിനിലോ കയറിയിട്ട് നിങ്ങൾ TMAയുടെ മാർക്ക് ചെക്ക് ചെയ്യുക. സോ നിങ്ങൾ മാർക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ കുട്ടികൾക്ക് മാർക്ക് വരാതിരുന്നുണ്ട്. റിസൾട്ട് വന്നിട്ടും മാർക്ക് വന്നില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എഴുതി സബ്മിറ്റ് ചെയ്താൽ പോലും ഇത് നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഡിലേ വരാം. ചിലപ്പോൾ അവർ അപ്ലോഡ് ചെയ്തത് അല്ലെങ്കിൽ അവർ മോണിറ്റർ ചെയ്യുന്നതിലൊക്കെ ഇഷ്യൂ വരാം. കാരണം ഇതൊരു ടെക്നിക്കലാണ്. അപ്പുറത്തുനിന്ന് ഒരു മാനുവൽ ആയിട്ടാണ് ഇതിന്റെ കറക്ഷൻസ് ഒക്കെ നടത്തുന്നെങ്കിലും എറേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എറേഴ്സ് വന്നോടെ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മളിത് കറക്റ്റ് മോണിറ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകില്ല. നമുക്കത് മേടിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 2 വിഷയങ്ങൾ പോയ 3 വിഷയം. ഇപ്പോൾ ബാസിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് മാർക്ക് എടുത്ത് കൊടുക്കാറുണ്ട്. സോ 2 വിഷയം 3 വിഷയം 4 വിഷയം ഒക്കെ വന്നിട്ടുണ്ടാവും മാർക്കുകൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നോളൂ. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ സബ്ജക്ട്സിൻ്റെയും മാർക്ക് കിട്ടിയിരിക്കണം. റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മാർക്കിന് ഇത് ബാധിക്കും. അതായത് TMA മാർക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ TMA മാർക്ക് പോകാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ചിലപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്സ് വന്നിരിക്കാം. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സ്റ്റാറ്റസ് നോക്കുക. നിങ്ങളുടെ TMAയുടെ സ്റ്റാറ്റസ് ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ്, ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നോ ഇഷ്യൂസ്, സേഫ് ആണ്. ഓക്കെ, അപ്ലോഡ് പെൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിലാണ് അവിടെ ഇഷ്യൂ വരുന്നത്. ഇനിയിപ്പോൾ ഇവാലുവേഷൻ പ്രോഗ്രസ്സിലായിട്ടും നമുക്ക് റിസൾട്ട് വന്നിട്ടും നമുക്ക് ഈ TMAയുടെ മാർക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നമുക്ക് മെയിൽ ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറയുന്ന ഒക്ടോബർ 2024 വിദ്യാർത്ഥികൾക്ക് ഞാൻ എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതുപോലെ തന്നെ ബാസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ, സോ ഇനി നമ്മുടെ കുട്ടികൾ TMAയുടെ മാർക്ക് റിസൾട്ടിന് മുമ്പ് നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നതിന് ശേഷം TMAയുടെ മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. സോ അതിന് മുമ്പ് തന്നെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇപ്പോൾ നോക്കുക, സ്റ്റാറ്റസ് നോക്കുക, മാർക്ക് വരുന്നുണ്ടോ നോക്കുക. ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സേഫ് ആണ്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ മാർക്കിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. മാർക്ക് റിസൾട്ട് വന്നിട്ടും വരുന്നില്ല, അല്ലെങ്കിൽ റിസൾട്ട് വരാനായിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഇത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. ഓക്കെ, TMA വാലിഡ് ചെയ്യുന്ന സ്റ്റഡി സെന്ററുകളിലൊക്കെ മിസ്റ്റേക്സുകൾ എല്ലാ വർഷവും വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സമയമുണ്ട്. ഓക്കെ, നിങ്ങൾ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇത് ക്ലിയർ ചെയ്ത് ഇപ്പം തന്നെ പോയിട്ട് മാർക്കിനെ ചോദിച്ചാൽ റീജിയണൽ സെന്ററിൽ നിന്നൊന്നും നിങ്ങൾക്ക് NUS നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് പറഞ്ഞു തരാണ്. ലാസ്റ്റ്ക്ക് വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ടൈം. നിങ്ങളുടെ ഇവാലുവേഷൻ പ്രോഗ്രസ്സിലാണ്. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് റിസൾട്ട് വരാനായി ഡിക്ലറേഷൻ ഞാൻ തന്നെ പറയും. നിങ്ങളുടെ ഏകദേശം റിസൾട്ട് വരുന്ന ടൈമൊക്കെ അത് എന്നിട്ടും നിങ്ങൾക്ക് TMAയുടെ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ബാസിലെ കുട്ടികളാണെങ്കിൽ നമ്മുടെ ബാസിൽ വിളിച്ചാൽ മതി, നമ്മൾ റെഡിയാക്കി തരും. അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് കുട്ടികളുണ്ടായി. സോ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അപ്പം ഞാൻ മെത്തേഡ് പറഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മളത് എടുക്കുക എന്നുള്ളത്. സോ അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നോ ദ ടോട്ടൽ TMA മാർക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ TMAയുടെ ഫുൾ മാർക്ക് എത്രയെന്നുള്ളത് മനസ്സിലാക്കുക. 20 ആണെങ്കിൽ 20ക്ക് 20 കിട്ടി, 20ക്ക് 18 19 കിട്ടി എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 16 മാർക്കിനാണെന്നുണ്ടെങ്കിൽ അതിന് അപ്പുറത്തുള്ള സബ്ജക്റ്റിനൊക്കെ 20 കിട്ടി, ഇതിന് മാത്രം 16. ഇതെന്താ എനിക്ക് മാത്രം 16 15 14 എല്ലാവർക്കും 20ക്ക് 20 കിട്ടി. ആ എല്ലാവർക്കും 20 കിട്ടിയതായിരിക്കും ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, ലാബ് ഇല്ലാത്ത വിഷയങ്ങളായിരിക്കും. പക്ഷേ സയൻസിലോ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഒക്കെ പോലെ സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിന് മാർക്ക് കുറവായിരിക്കും. സോ TMAയുടെ മാർക്ക് എത്രയെന്നുള്ളത് നോക്കുക. ആ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ പബ്ലിക് എക്സ്. ഇപ്പോൾ 20ൽ 20 കിട്ടിയ കുട്ടിക്ക് തിയറിക്ക് 100ൽ 33 കിട്ടിയാൽ മതി, 80ൽ 26 കിട്ടിയാൽ മതി. ആ 26ന്റെ കൂടെ നമ്മുടെ 20 മാർക്കും കൂടി 46 മാർക്ക് നമുക്ക് പാസ് മാർക്ക് ഉണ്ടാവും. സോ പാസ് മാർക്കിന് എങ്ങനെയാണ് TMA യൂസ് ചെയ്യുക? TMA വെരി ഇമ്പോർട്ടൻ്റ് ആണ്. TMAയുടെ മാർക്ക് നമുക്ക് പാസ്സാവാൻ മിനിമം മാർക്ക് വെച്ച് പാസ്സാണെന്നുള്ളെങ്കിൽ പോലും നമുക്ക് TMA ഉണ്ടെങ്കിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ സാധിക്കും. സോ ആ ഒരു TMAയുടെ മാർക്കിന്റെ റെലവൻസ് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തതാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് TMAയുടെ മാർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് TMAയുടെ കുറിച്ചിട്ടാണ്. അപ്പോൾ TMAയുടെ കാര്യം വീണ്ടും റിമൈൻഡ് ചെയ്യുക. TMAയുടെ മാർക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട്, അതൊക്കെ സ്റ്റാറ്റസ്
എത്ര മാർക്കിലോട്ട് എത്ര മാർക്ക് ലഭിച്ചിട്ടുള്ള എന്നുള്ളത് എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും ചെക്ക് ചെയ്യുക. സോ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക. അതുപോലെ തന്നെ മാർക്ക് ഇൻ പ്രോഗ്രസ്സിൽ, ഇവാലുവേഷൻ പ്രോഗ്രസ്സിലാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരാനായിട്ടും നിങ്ങൾക്ക് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ അത് സ്റ്റഡി സെന്ററിൽ അപ്ലോഡ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിരിക്കും, ടെക്നിക്കൽ ഇഷ്യൂ ആവും. സോ അത് നമുക്കിവിടെ കംപ്ലൈൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും ഒന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നെർവസ്നെസ് അടിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വന്നിട്ട് നമ്മളെല്ലാം തെറ്റിപ്പോകും. ഇപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ ഒന്നും പഠിക്കാതെ വന്ന് ഇപ്പോൾ വന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ള റെലവൻ്റ് ആയിട്ടുള്ള ആ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാവുക. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്. എക്സാമിന് വേണ്ടത് നമുക്ക് ടെൻഷനൊന്നുമല്ല, നമുക്ക് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് നമുക്ക് ഈ എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാസിലുണ്ടായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് അസൈൻമെന്റിനെ കുറിച്ചാണ്, അസൈൻമെന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ അതിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ കമന്റ്സിനും റിപ്ലൈ നൽകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് NAOSുമായി ബന്ധം ഈ ഒക്ടോബർ എക്സാമിനെ പറ്റി എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.